ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ, കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഏത്തയ്ക്ക കുറുക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഏത്തയ്ക്ക ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള ഏത്തയ്ക്ക പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യമായിട്ടുള്ള ഏത്തയ്ക്ക പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കട്ടയാവാതെ ഇങ്ങനെ അലിയിച്ചെടുക്കുക. ഇളക്കിയിട്ട് കട്ടയാവാതെ എടുക്കാവേ. എന്തെന്ന് വെച്ചാൽ ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ മാറ്റണം. അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ആ കട്ടയൊക്കെ അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ അത് കുട്ടികളുടെ വായിൽ ചെല്ലുമ്പോൾ അതൊരു വേവാത്ത പോലെ കിടക്കും. പിന്നെ ഞാൻ പനകൽക്കണ്ടാണ് മധുരത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം ഇത് അലിയിച്ചെടുത്തിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുമല്ലോ, അതുപോലെ അലിയിച്ചെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ വീണ്ടും അത് എൻ്റെ കട്ടയൊക്കെ കളയുന്നുണ്ട്. കട്ട കളഞ്ഞില്ല അത് ഭയങ്കര കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും അത് ചിലപ്പോൾ ഛർദ്ദിക്കാനൊക്കെ തോന്നും. അപ്പോൾ അത് ഏത്തയ്ക്ക ആയതുകൊണ്ട് പിള്ളേർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുക്കാം. ഞാനപ്പോൾ അതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ പശുമ്പാലാണ്. ഞാനതിൽ പാടയൊക്കെ വരുന്നതൊക്കെ ആണെങ്കിലും ഒഴിക്കുവേ. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഞാൻ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അത് ഒന്ന് അടിയിൽ പിടിക്കാതെ കുറച്ച് ടൈം എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു 5 minutes ഒക്കെ എടുത്തിട്ട് ഒന്ന് ഇളക്കണം. 5 minutes ഇല്ലെങ്കിൽ ഒരു 2-3 minutes ഒക്കെ എടുത്തിട്ടാണ് അത് ഇളക്കിയെടുത്തിട്ട് ഒരു കുറുകാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കി വരും. കുറുകാത്ത മീൻസ് കട്ടയാവാത്ത രീതിയിൽ എന്നിട്ട് ഇളക്കുന്നുണ്ട്. ഇളക്കി നമ്മളൊരു കുറുകുന്നൊരു ടൈം ആവുമല്ലോ. വേണമെങ്കിൽ ഫസ്റ്റ് ഒരു 1 minute അല്ല, ഒരു 5 seconds ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആയിക്കോളും. പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പം ഇത് പെട്ടെന്ന് കുറുകാൻ ചാൻസ് ഉണ്ട് തണുത്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ മോളിൽ കഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കുട്ടികൾ കുടിക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലൊഴിക്കാം. എനിക്ക് പിന്നെ ഇത് കൂടുതലും കട്ടിയാവുമല്ലോ പാലാകുമ്പം, പശുമ്പാലാണല്ലോ. അപ്പോൾ അത് കാരണം ഞാനിതൊരു കുറച്ച് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ വെള്ളം എന്ന് വെച്ചാൽ കുറച്ച് തിളപ്പിച്ച് തണുത്ത വെള്ളമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ അത്. എന്നിട്ട് ഞാൻ അതിലേക്ക് 1 സ്പൂൺ നട്ട്സ് പൗഡർ വീട്ടിൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സ് പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് വെന്ത് വരുമ്പോൾ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നെയും അതൊരു കട്ടയാവായിട്ട് തോന്നുവാണെങ്കിൽ കുറുക്കി വരണമല്ലോ. അപ്പം കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം ഇതൊരു കുറുക്കിപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിലും ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു